എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അച്ചൻകുഞ്ഞ്. എൻ്റെ സ്ഥലം കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലം മുട്ടമ്പലം എന്ന് പറയും. ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളം പ്രവാസ ജീവിതത്തിലായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിൽ ഒരു പ്രസ്ഥാനമായിട്ട് ഇരിക്കുന്നു. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ സ്റ്റുഡിയോ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു അങ്കിൾ ഗൾഫിലേക്കൊരു വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ അത് പെയിൻറ്റിങ് വിസയാണ്. അങ്ങനെ പറഞ്ഞാണ് എനിക്ക് തന്നത്. ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരു ബ്രഷൊക്കെ എടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ആണ് ഞാൻ അതിന് സത്യത്തിൽ എൻ്റെ മനസ്സ് അതിന് താല്പര്യപ്പെട്ടത്. പിന്നെ ആ ഒരു സമയത്ത് 1992 ഈ വിസയുടെ കാലം. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഗൾഫിൽ പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആഗ്രഹവും വലിയ വിധത്തിലുള്ള സ്വപ്നങ്ങളും പിന്നെ അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു ഉൾപ്രേരണ നമുക്കുണ്ടല്ലോ ആ ഒരു ചെറിയ പ്രായത്തിൽ. അതുകൊണ്ടാണ് ആ വിസയ്ക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ടത്. അങ്ങനെ 92 ജൂലൈ മാസം ഞാനിവിടെ നിന്ന് ഗൾഫിലേക്ക് പോകാനായിട്ട് വിസ എനിക്ക് തന്നു. വിസയ്ക്ക് പൈസ ഒന്നും പുള്ളി വാങ്ങിച്ചില്ല, ടിക്കറ്റ് മാത്രം എടുത്ത് വന്നാൽ മതി. അങ്ങനെ ആയിരുന്നു. പക്ഷേ ആ ഒരു കാലയളവ് എനിക്ക് കുറച്ച് താമസം നേരിട്ടു അവിടെ പോകുന്നതിന്. കാരണം പുള്ളി അവിടെ ഏതോ ഒരു പ്രയാസത്തിലകപ്പെട്ട് പുള്ളി ഒരു കേസിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാലം, ആ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. വിസ ഉണ്ട്, പക്ഷേ താമസമാണ്. അപ്പോൾ അതെനിക്ക് വളരെ പ്രയാസമുണ്ടാക്കി. പോകാനായിട്ട് വിസ വന്നു, 1 മാസം കഴിഞ്ഞിട്ട് പോലും പോകാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിന് ഭയങ്കര അസ്വസ്ഥമായി. ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുള്ളി അവിടെ നിന്ന് വേറെ ആവശ്യമായിട്ട് സൗദിയിൽ പോയിരിക്കുകയാണ്, അതുകൊണ്ട് അവർ വന്നതിന് ശേഷം ശരിയാക്കും, നീ പേടിക്കണ്ട, വിസ നിനക്ക് കിട്ടിയല്ലോ, ഇനി നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ വിളിക്കുമ്പോൾ വരാം എന്ന്. അപ്പം തന്നെ ഒരു തടസ്സത്തിൻ്റെ ഒരു ലക്ഷണം അവിടെ കണ്ടു. എന്നാൽ പോലും ആദ്യമായിട്ടാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ചെന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ റൂമിൽ താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു. ആ റൂമിൽ ഞങ്ങൾ 5 പേരാണ്. അങ്ങനെ ഒരുമിച്ച് അദ്ദേഹം അതിൽ ഉൾപ്പെടും. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ച് പോരുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടും ജോലി കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പുള്ളി ഒരു സ്റ്റേബിൾ അല്ല. കാരണം ഈ കേസ് നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ജയിലിൽ ആകുമോ അതോ പുറത്ത് വരുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പുള്ളിക്കുണ്ടായതുകൊണ്ട് പുള്ളി പെയിൻറ്റിങ്ങിൻ്റെ സബ് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രയാസം, എന്നെ വരുത്തുകയും ചെയ്തു. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും വേണ്ടുകയില്ല, കൂടെ താമസിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ റൂമിൽ താമസിക്കുകയും അതോടൊപ്പം തന്നെ വേറെ 3 പേര്, പുറത്ത് ജോലിയുള്ള 3 പേരും കൂടെ ഞങ്ങളുടെ കൂടെ ആ റൂമിൽ ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് ഞങ്ങൾ 2 പേരാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളത്. ഞാനും ഈ പറഞ്ഞ അങ്കിളും. എൻ്റെ ക്ലോസ് റിലേഷനുള്ള അങ്കിളല്ല എങ്കിലും അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, ഞാനൊരു മാർത്തോമ വിശ്വാസിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ ഇവിടെ വളർന്ന എൻ്റെ ചുറ്റുപാടനുസരിച്ച് സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ ദേവാലയവുമായി ബന്ധപ്പെട്ടും വളരെ ആരാധനയുള്ള ഒരു കൃത്യനിഷ്ഠയുള്ള, പ്രത്യേകിച്ച് വിശ്വാസത്തിനു വേണ്ടി കൃത്യനിഷ്ഠയോടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഭവനത്തിൽ നിന്നാണ് ഞാൻ പോയത്. അത് കാരണം ഞാൻ എവിടെ പോയാലും ഒരു വേദപുസ്തകം ഞാൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, രാവിലെ ഞാൻ പ്രാർത്ഥിക്കും. ഇത് രണ്ടും എൻ്റെ ഒരു പ്രത്യേകമായ ചിട്ടയായിരുന്നു അന്ന് മുതൽ. അത് വീട്ടിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെയൊക്കെ കണ്ട് അങ്ങനെ ചെറുപ്പകാലം മുതലേ കണ്ടുവന്നതായതുകൊണ്ട് ഈ റൂമിൽ ഞാനിങ്ങനെ താമസിക്കും. ആ താമസിക്കുന്ന സമയത്ത് എനിക്ക് ജോലിയില്ല, ജോലിക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ കുറേ വിഷമിപ്പിക്കാനായിട്ട് തുടങ്ങി. കാരണം ഭക്ഷണമെല്ലാം പാകം ചെയ്യേണ്ട ഉത്തരവാദിത്വമെല്ലാം, മെസ്സാണെങ്കിലും ഞങ്ങൾ തുല്യമായിട്ടാണ് പൈസയൊക്കെ പങ്കുവെക്കുന്നതെങ്കിലും അതിൻ്റെ ഫുഡ് എല്ലാം വെക്കാനായിട്ട് എനിക്ക് എൻ്റെ തലയിലേക്ക് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്ന പോലെ ആയി.
അപ്പോൾ ഞാൻ വൈകിട്ട് അതെല്ലാം റെഡിയാക്കും. കുപ്പൂസ് അതുപോലെ തന്നെ ചിക്കനൊക്കെ വാങ്ങി, ഗൾഫിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ചിക്കനൊക്കെ വാങ്ങിച്ച് രാവിലെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടാൽ വൈകിട്ട് അതിൻ്റെ അത് ഫ്രീസായിട്ടിരിക്കുന്ന സാധനം അത് ഉപയോഗിക്കുന്നതാവത്തുള്ളൂ. അങ്ങനെ അത് വൈകിട്ടെല്ലാം കറി വെച്ച് അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് റെഡിയാക്കി വെക്കും. ഇതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ അവരും വരും, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും. അവർക്ക് പിന്നെ മദ്യപിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ആദ്യം ചെല്ലുമ്പോൾ എൻ്റെ അങ്കിളിന് ഒരു ഭയമുണ്ടായിരുന്നു. അങ്കിൾ മദ്യപിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം മദ്യപിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്കിളും അനന്തരനും ഒക്കെ നാട്ടിലാണ്, ഇവിടെ നമ്മൾ പിന്നെ ജോലിക്കാരനും പിന്നെ അർബാബുമാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കാലത്തും ഞാൻ മദ്യപിക്കുകയില്ല എന്നൊരു സത്യം ദൈവസന്നിധിയിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഈ മദ്യത്തോട് ഭയങ്കര വിരക്തിയാണ്. ഇവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിച്ചോളൂ, എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴെ ഒരു കിച്ചണിൻ്റെ റൂമുണ്ട്, അപ്പോൾ അവിടെ പോയിരിക്കും. ഇവർ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ കയറി വാന്ന് പറയുന്ന സമയത്താണ് ഞാൻ പിന്നെ മുകളിലേക്ക് കയറി ചെല്ലുന്നത്. അത്രയും വരെ അവിടെ നീ. അപ്പോൾ എന്നോട് അവർ ചോദിക്കും, നീ ഒരു പെന്തക്കോസ്തുകാരനാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം എൻ്റെ ആ ഒരു രീതികളൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഏകദേശം ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വേറെ ഒരു വർക്ക് എടുക്കുകയും അബുദാബിയിലെ ഒരു ചൈന കമ്പനി എന്ന് പറയുന്നത് അൽ ജസീറ സ്റ്റേഡിയത്തിൻ്റെ ഒരു സബ് കോൺട്രാക്ട് എടുക്കുകയും അവിടെ പോയി ഞാൻ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് എന്നെ പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പോഴും ഞാൻ വിചാരിച്ചു സുഖമുള്ള ജോലിയാണല്ലോ, കുഴപ്പമൊന്നുമില്ല, ശമ്പളമൊക്കെ അത്യാവശ്യത്തിന് പുള്ളി തന്നെ നേരിട്ട് തരും. അങ്ങനെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ പോയി അപ്പോൾ ഒരു ടിന്ന് പെയിൻറ്റ് എടുത്ത് തരും. അത് നേരത്തെ ചെയ്ത വർക്കിൻ്റെ മെയിൻ്റനൻസാണ്. അപ്പോൾ അതിനൊരു 5 ലിറ്ററിൻ്റെ ഒരു ഗാലനുള്ള പെയിൻറ്റും ഒരു ബ്രഷും ഒരു റോളറും ഒക്കെ തരും. രാവിലെ ഒരു കുപ്പൂസും ഒരു മുട്ട ആംപ്ലേറ്റും ഒക്കെ ചുരുട്ടി കെട്ടി കഴിച്ച് ഒരു പോക്കങ്ങ് പോകും. അപ്പോൾ എനിക്ക് ടാക്സിക്കുള്ള പൈസ തരും. ആ ടാക്സിക്കുള്ള പൈസ ഞാൻ പോക്കറ്റിൽ ഇടും. കാരണം എനിക്കൊരു പെപ്സി കുടിക്കണേ ഞാൻ വേറെ ആരോടെ ചോദിക്കുന്നത്, ചെന്ന നാടല്ല, ചെന്ന സമയമല്ല, ശമ്പളം അങ്ങനെ ആവുന്നില്ലല്ലോ. അപ്പോൾ അതിന് ഞാൻ നടക്കും. ഏകദേശം ഇവിടുത്തെ കണക്ക് പറയുന്ന ഒരു 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഞാൻ ഗൾഫിലെ ആ ഫുട്പാത്തിലൂടെ നടന്ന് എൻ്റെ ഈ കമ്പനി സൈറ്റിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അല്പസ്വല്പം ടച്ചിങ് ഒക്കെ ചെയ്യാനായിട്ടുള്ളതൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും. വൈകിട്ടാകുമ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്ക് ഈ കയ്യിലെ പൈസ കൊടുത്തിട്ട് അവിടെ ഈ പെപ്സിയുടെ ടെല്ലർ മെഷീനുണ്ട്, അവിടെ കൊടുത്ത് അതിനകത്തുനിന്ന് ഒരു പെപ്സി എടുക്കും, കുടിക്കും, പിന്നെയും അല്പം സിപ്പ് ചെയ്യും, പിന്നെയും അപ്പോഴത്തേക്ക് അത് ചൂടാകും. അങ്ങനെ അവിടുത്തെ കാലാവസ്ഥ, വെളിയിലെ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അവിടെ പോകും, അത് കഴിയും, വൈകിട്ട് വീണ്ടും വരും. വൈകിട്ട് ചിലപ്പോൾ താമസിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ടാക്സി വിളിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നടക്കും. അപ്പോൾ അങ്ങനെ 10-20 രൂപ എനിക്ക് ടാക്സിയുടെ കാശ് എൻ്റെ കയ്യിൽ ഞാൻ സ്വന്തമാക്കും. അങ്ങനെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ തൊട്ടടുത്ത്, ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ജലീൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം മലപ്പുറംകാരനാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പീസ് വർക്കായിട്ട്, അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി നല്ലതുപോലെ അറിയത്തില്ല, സ്റ്റുഡിയോ നടത്തുന്നേ ഉള്ളൂ. ഇൻഡോർ ഫിലിം അന്ന് ഫിലിമൊക്കെ ടച്ച് ചെയ്യുന്ന സമയമാണ്. കളർ നെഗറ്റീവ് ആയാൽ പോലും അത് പെൻസിൽ കൊണ്ട് ടച്ച് ചെയ്ത് നല്ല ആളിൻ്റെ മുഖത്തെ റിങ്കിൾസ് പാടുകളെല്ലാം മാറ്റി നല്ല ഫോട്ടോ ആക്കി എടുക്കും. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫോട്ടോഗ്രാഫി വെച്ച് ഞങ്ങളിതിവിടെ ചെയ്യുന്നത് കൊണ്ട് അവിടെ ചെന്നിട്ട് എനിക്കത് ചെയ്യുന്നതിന് പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. അദ്ദേഹം ചിലപ്പോൾ 10-15 ദിറംസിൻ്റെ കയ്യിൽ തരും. അങ്ങനെ ഏകദേശം ഒരു 100 ദിറംസൊക്കെ ആകുമ്പോൾ ഞാനത് നാട്ടിലേക്ക് അയക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ നാട്ടിലയക്കും. അങ്ങനെ പക്ഷേ അവിടെ പോലീസുകാരെ ചെറുതായി പേടിക്കണം. കാരണം അവർ നമ്മുടെ വിസ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഏത് സമയം പൊക്കും. അത് കാരണം അവർ പിടിക്കുമ്പോൾ, നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ നാട് കടത്തുന്ന ജോലിയാണ് അവർക്കുള്ളത്. കാരണം നമ്മുടെ വിസയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് സ്ഥാപനത്തിലാണെങ്കിൽ നമ്മളെ ഏത് സമയം അവർ വന്ന് അറബിയിൽ സംസാരിക്കും. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറബി അറിയത്തില്ല. അപ്പം നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അവർ സംശയം പ്രകടിപ്പിക്കും. നമ്മളെ അവർ പിടിച്ച് അറസ്റ്റ് ചെയ്യും, കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഞാനാ പോകുന്ന സമയത്തൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഭയമാണ്. കാരണം അതുകൊണ്ട്, എന്നാൽ എൻ്റെ അങ്കിള് പാസ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നത്, എവിടെ വേണേലും ജോലി ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ എങ്കിൽ എനിക്ക് ഇവിടുന്ന് ചെന്നതേ ഉള്ളൂ. എനിക്ക് ആരെയും അറിയത്തില്ല, പരിചയമില്ല.
എൻ്റെ ഏക ആശ്രയം ദൈവം മാത്രം. കാരണം ഞാൻ വേദപുസ്തകം എടുക്കും, എപ്പോൾ സങ്കടം വന്നാലും വേദപുസ്തകം എടുക്കും, പ്രാർത്ഥിക്കും, വേദപുസ്തകം എടുത്ത് ഒരു വാക്യം വായിക്കും, പ്രാർത്ഥിക്കും, സങ്കടം പറയും, പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്നു ഏകദേശം ഒരു 6 മാസത്തോളം ഈ ജോലി തുടർന്നു. അബുദാബിയിൽ നിന്ന് കുറേ ദൂരെയാണ് ചർച്ചുള്ളത്. അത് എല്ലാ ചർച്ചുകളും ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് തന്നെ പോകാനായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് എൻ്റെ ലൊക്കേഷൻ അറിയോ ഭാഷ അറിയോ ചെയ്യത്തില്ല. ഈ അങ്കിള് വേണം ഒരു പക്ഷേ ഏതെങ്കിലും കാരണവശാൽ കൊണ്ടുപോകാൻ. അതുകൊണ്ട് എനിക്ക് റെഗുലറായിട്ട് ദൈവാലയത്തിൽ പോകാനായിട്ട് അവിടെ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഫെസ്റ്റിവൽ ദിവസങ്ങൾ, ദുഃഖവെള്ളിയാഴ്ച അങ്ങനെ, അല്ലെങ്കിൽ ക്രിസ്മസ്, അങ്ങനെ ഏതെങ്കിലും ഉള്ള ദിവസങ്ങൾ മാത്രമേ ഇദ്ദേഹം ഇവിടെ നിന്ന് ഈ ദേവാലയത്തിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 പ്രാവശ്യം അബുദാബി മർത്തോമ ചർച്ചിൽ എനിക്ക് ആരാധനയ്ക്ക് പോകാനായിട്ട് സാധിച്ചു. അവിടെ 1-2 പേരുമായിട്ടൊക്കെ അന്ന് പരിചയപ്പെട്ടു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അവിടെ ചെന്ന് ജോലിയില്ല എന്ന് പറയും. നമ്മളോട് ചോദിക്കും എവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു നല്ല ഹൈ ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും കമ്പനിയിലാണ് ജോലി എന്ന് പറയുമ്പോൾ നമ്മളോട് ഒരു പ്രത്യേക സ്നേഹവും ഒരു കരുതലും ഒക്കെയാണ്. പക്ഷേ നമുക്ക് ജോലിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ പുതുതാണ് എന്ന് പറയുമ്പോഴൊക്കെ അവർ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, നമ്മളെ അവർ ആ രീതിയിൽ കാണണമെന്നില്ല. അവർക്ക് അത് അവരുടേതായിട്ടുള്ള ചിന്താഗതി ആയിരിക്കാം. പക്ഷെ നമുക്കത് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. എങ്കിൽ പോലും അവിടെ പോവുകയും ആരാധിക്കുകയും ചെയ്തത് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ കൂടുതൽ സമയം ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് എൻ്റെ ആരാധന. അവിടെ ഞാൻ പ്രത്യേകമായൊരു ക്രമീകരണമൊക്കെ ചെയ്തിട്ട് വേദപുസ്തകം അവിടെ വെക്കും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, മുട്ടുമടക്കും, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ പ്രാർത്ഥന ആരാധന എന്ന് പറയുന്നത് മുഴുവൻ എൻ്റെ റൂമിലാണ്. എൻ്റെ റൂം ഒരു പുൾപിറ്റായിട്ട് ഞാൻ ഉൾക്കൊള്ളും. അതുപോലെ ഒരു മദ്ബഹ പോലെ ഞാൻ എൻ്റെ റൂമിനെ ആ രീതിയിൽ കാണും. അങ്ങനെയാണ് ഞാൻ അവിടെ ആരാധിച്ചത്. അല്ല എനിക്ക് പൊതുവായിട്ട് ഒരു ആരാധനയ്ക്ക് പോകാനുള്ള, കാരണം അത്രയും സമയമേ ഞാനായിട്ടുള്ളൂ പോയ സമയം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ സാമൂഹികമായി ഒരുമിച്ചിരുന്നുള്ള ഒരു കൂട്ടായ്മ ആരാധനയിൽ പോകാനായിട്ട് അന്ന് എനിക്ക് സാധിച്ചിട്ടില്ല. ഏത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് അനുവാദം ചോദിക്കും. ദൈവമേ, എനിക്ക് ഇന്ന വഴിക്ക് അല്ലെ ഇന്ന കാര്യത്തിന് എനിക്ക് പോകണം, അത് ശരിയാണോ തെറ്റാണോ, അത് സത്യമാണെങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണം. അങ്ങനെ പറഞ്ഞ് ഞാനത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വലിയ ഒരു ഉൾക്കാഴ്ച, ഒരു ഉള്ളുവിളി അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവിടെ ഫിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സോമൻ എന്ന് പറയുന്ന ഒരു കുണ്ടറക്കാരൻ സാറായിരുന്നു ഈ എൻ്റെ അങ്കിളിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ ആ റൂമിൽ നോക്കുന്നതും. അവർ തങ്ങൾ അത്ര അഭേദ്യമായ ബന്ധമാണ് അവർ തങ്ങൾ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി പോലെ അദ്ദേഹം പ്രവർത്തിക്കും. പിന്നെ ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഗാർഡിനെ പോലെ എപ്പോഴും കൂടെ കാണും, അറബി നല്ലോണം സംസാരിക്കും. ഇങ്ങനെ ഇവരൊക്കെയാണ് റൂമിലെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്. അദ്ദേഹം മദ്യപിച്ചിട്ട് വന്നിട്ട് എൻ്റെ ഈ കൈക്ക് പിടിച്ച് ചുമ്മാ തമാശയ്ക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ കൈ വളച്ച് എൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര പെയിനായി. അപ്പം ഞാൻ അതുവരെ നാരായണേട്ടാന്ന് വിളിച്ചെങ്കിലും എനിക്ക് അന്നേരം എനിക്ക് ഭയങ്കര പ്രയാസം. ഞാൻ പറഞ്ഞു, നാരായണേട്ടാ എൻ്റെ കൈ വിടെന്ന് പറഞ്ഞിട്ട് പുള്ളി കേട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു വിടടോ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് ഞാൻ. അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ നാരായണ ചേട്ടൻ എന്ന് വിളിച്ച് ഞാൻ പെട്ടെന്ന് വിടടോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തതായിട്ട് തോന്നി. അദ്ദേഹം കണ്ണൂക്കാരനാണ്. എനിക്ക് ഭയങ്കര പേടി. അദ്ദേഹം ഭയങ്കര ഹെവി ഒരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം അത് കേട്ടിട്ട് അങ്ങ് പോയി, ഒന്നും മിണ്ടിയില്ല. അവസാനം സാധനം എല്ലാം പറക്കി താഴത്തെ റൂമിൽ വന്നതും ഇദ്ദേഹം ഇങ്ങോട്ട് വന്ന് എൻ്റെ ചെള്ളയ്ക്ക് ഒരു ഒറ്റയടി, എൻ്റെ കരണക്കുറ്റിക്ക് ഒരു ഒറ്റയടി. അപ്പം എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അവരെല്ലാം വിചാരിച്ച് ഞാൻ ഏതെങ്കിലും രീതിയിൽ കത്തിയോ, അവർ പിച്ചാത്തിയൊക്കെ എടുത്ത് മാറ്റി വെച്ചോ, ഞാൻ വല്ല കത്തിയൊക്കെ എടുത്ത് വല്ല കുത്തുവോ എന്തെങ്കിലുമൊക്കെ അവിടെ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ അവർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല. അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഒരു കർണത്തെ അടിച്ചാൽ ഒരു കർണം കാണിച്ചു കൊടുക്കണമെന്നാണ്. ഞാൻ ഈ കർണം കൂടെ കാണിച്ചു കൊടുക്കും, നിനക്ക് ഈ കർണം കൂടെ വേണേൽ അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ ആ കർണം കൂടെ അതേപോലെ എന്നെ അടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞങ്ങളെ അത്രയ്ക്കൊരു സ്നേഹമോ വഴക്കോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമുള്ള ആളല്ല.
അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ റൂമിൽ തിരിച്ച് ഞാൻ കിടന്ന റൂമിൽ പോയി മുട്ടുകുത്തി അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ നിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു കരണം കാണിക്കും മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന്. അത് ഞാൻ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ അത് അവിടുത്തെ ന്യായപ്രമാണം അനുസരിച്ച് അവിടുത്തെ നീതി അനുസരിച്ചും നീ പ്രവർത്തിക്കണം. ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ ഏകദേശം ഞാൻ കരഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമമായി. കാരണം വേറെ ആരും തുണയില്ല, അവരുടെ കൂടെ തന്നെ വേണം ഞാൻ താമസിക്കാൻ. അവസാനം ഇനി അവരേതെങ്കിലും രീതിയിൽ എന്നെ എന്തെങ്കിലും ചെയ്താലും വേറെ ആരും എൻ്റെ സഹായത്തിന് വരാനില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ റൂമിൽ കുത്തിയിരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവികമായൊരു കൃപ എൻ്റെ മനസ്സിൽ തോന്നി. മോനെ, നീ ക്ഷമിച്ചത് കൊണ്ട് ഞാനും അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഉൾവിളി തരുന്ന പോലെ തന്നു. നീ പോയി നിൻ്റെ താഴത്തെ റൂമിലിരിക്കാൻ പറഞ്ഞു. ഞാൻ റൂമിൽ പോയിരുന്നു. ഇദ്ദേഹം ഒരു റൗണ്ട് കറങ്ങിയിട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിച്ച്, എടാ, എൻ്റെ ഒരു ജ്യേഷ്ഠനെ നിന്നെ തല്ലിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി, എന്നോട് പൊറുക്കണം, പിന്നെ എനിക്ക് നിന്നോട് യാതൊരു വിഷമവുമില്ല, അന്നേരത്തെ എന്തോ ഒരു മൂഡിൽ ഞാൻ ചെയ്തു പോയതാണ്, അതുകൊണ്ട് മോൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ അത്രയധികം സ്നേഹിച്ചു. അതിനുശേഷം എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇഷ്ടം പോലെ ഞങ്ങൾ പുറത്ത് പോയി കാപ്പിയെല്ലാം കുടിച്ച്, പിന്നെ ഞാൻ ആ ഗൾഫിൽ നിന്ന് വരുന്നത് വരെ എൻ്റെ ഒരു സഹായകനെ പോലെ അദ്ദേഹം എൻ്റെ കൂടെ കൂടി. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ ഒരു കരുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ക്ഷമിക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ആ വ്യക്തി ഒരു അക്രൈസ്തവനായിട്ടും എൻ്റെ പ്രാർത്ഥനയുടെ ഫലം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തട്ടി. അദ്ദേഹം അവിടുന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഗൾഫിൽ നിന്ന് ഞാൻ പോരുന്നത് വരെ എൻ്റെ ഏത് കാര്യത്തിനും എന്നോടൊപ്പം നിൽക്കുന്ന, എനിക്ക് സഹായം പോലെ, സാമ്പത്തികമായിട്ടൊന്നും വലിയ സഹായമൊന്നും അല്ല ചെയ്തതെങ്കിൽ പോലും അദ്ദേഹം എന്തു വേണമെങ്കിലും പറഞ്ഞാൽ ഉടൻ എനിക്ക് കൊണ്ടുതരും. ആ രീതിയിൽ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു അന്യനാട്ടിൽ, ഒരു അന്യദേശത്ത്, ഒരു അന്യ വ്യക്തി ആ രീതിയിൽ എന്നോട് ഇടപെടുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ട്. ഞാൻ ആ സമയത്ത് എന്തെങ്കിലും എടുത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയോ അല്ലെ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അവിടെ വലിയ പ്രയാസമായി പോയനെ. അദ്ദേഹത്തിന് നല്ല പച്ച വിളംബര അറബി അറിയാം. പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിപ്പോയി അദ്ദേഹം പച്ചയായിട്ട് സംസാരിച്ച് പോലീസുകാരുടെ മുമ്പിൽ എന്ത് കാര്യം വാദിക്കുന്നു. അത്രയ്ക്ക് കഴിവുള്ള മനുഷ്യനാണ്. കാരണം വർഷങ്ങൾ കൊണ്ട് അവിടെ താമസിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് പച്ച വെള്ളം പോലെ അറബി അറിയാം. എനിക്കത് ഒന്നും അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തോ ഏതെങ്കിലും രീതിയിൽ ചുമ്മാതെങ്കിലും 2 തെറിയെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു, അദ്ദേഹം എന്നെ അകത്താക്കിയതിനെ ആകെ പ്രയാസമായി പോയനെ. എന്നാൽ അവിടെ അതൊന്നുമില്ലാതെ ഞാൻ ക്ഷമിച്ചത് കൊണ്ടും അദ്ദേഹത്തെ ആ വിധത്തിൽ പിന്നെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടും അദ്ദേഹം എൻ്റെ സ്വന്തം സഹോദരനെ പോലെ, അദ്ദേഹം ഇപ്പോൾ എവിടെ ആയിരുന്നാലും അദ്ദേഹം കേൾക്കുന്നെങ്കിൽ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ജോലി ചെയ്യാനായിട്ട് വേറെ മാർഗങ്ങളില്ല. ഈ സ്റ്റുഡിയോയിൽ അങ്ങനെ പോകാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വേറെ ഒരു സൈറ്റിൽ ഒരു ജോലിക്ക് വേണ്ടി തിരുവനന്തപുരത്തുള്ള ഒരു മനുഷ്യൻ എന്നെ ജോലിക്ക് വിളിച്ചു. അങ്ങനെ ആ ജോലിക്ക് ഒരു താൽക്കാലികമായ ജോലി, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നടക്കണമല്ലോ, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ജോലിക്ക് പോയി. അദ്ദേഹം ജോലി തന്നതെന്ന് പറയുന്നത് ഈ അറബികൾ താമസിക്കുന്ന വീടിൻ്റെ അകത്തേക്ക് കയറാനും പോർച്ചിലേക്ക് കയറാനും റോഡിൽ നിന്ന് കയറാനും ഒക്കെ ഉള്ള പാവിങ് ബ്ലോക്കൊക്കെ ചെയ്തിരിക്കുന്ന റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് കറുപ്പും വെളുപ്പും അടിച്ചിങ്ങനെ ഇട്ടേക്കും. അത് പെയിൻറ്റ് പോയതുകൊണ്ട് അത് പുതിയതായിട്ട് കറുപ്പും വെളുപ്പും അടിക്കണം. ആ വെയിലത്തിരുന്ന് വേണം ഈ കറുപ്പും വെളുപ്പും ചെയ്യാനായിട്ട്. അങ്ങനെ അത് ചെയ്ത് അങ്ങനെ ഒരു ദിവസം ഒരിടത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറയും വേറൊരു സ്ഥലത്ത് പോകാൻ പറയും. അങ്ങനെ ഏകദേശം ഒരു 15 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ശമ്പളം തരാനായിട്ട് എനിക്ക് ഡെയിലി വേജസ് ആണല്ലോ, എനിക്ക് ജോലി തരാൻ പറഞ്ഞപ്പോൾ ശമ്പളം തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബില്ല് മാറി കിട്ടുമ്പോൾ മാത്രമേ ശമ്പളം തരാൻ പറ്റൂ, ഇപ്പം നീ പൊയ്ക്കോ, ഞാൻ നിന്നെ വിളിക്കാം, നിൻ്റെ നമ്പർ തന്നാൽ മതിയെന്ന് പറയും. അദ്ദേഹത്തെ വിളിക്കുമ്പോഴെല്ലാം അദ്ദേഹം എൻഗേജാണ്, കിട്ടത്തില്ല.
അത് കോയിനിട്ട് വേണം അദ്ദേഹത്തെ വിളിക്കാൻ. അന്ന് നമ്മുടെ മൊബൈലോ ഒന്നുമില്ല, പേജറും അതുപോലെ തന്നെ ടെലിഫോൺ ബൂത്തുകളാണ്. കോയിൻ ഓരോ ദിറംസ് വീതം ഇട്ട് വിളിക്കുന്ന കോയിനാണ്. നാട്ടിൽ വിളിക്കാൻ പോലും പ്രയാസമുള്ള കാലമാണ്. അങ്ങനെ അദ്ദേഹത്തെ വലിയ കഷ്ടപ്പെട്ട് 10-15 ദിറംസ് ഇട്ട് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയും, കാശ് ഞാൻ എൻ്റെ ബില്ല് മാറിയില്ല എന്ന് പറഞ്ഞ് അവസാനം എനിക്ക് ആ പ്രതീക്ഷ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പോയി. ആ പൈസ കിട്ടിയിട്ടില്ല ഇന്ന് വരെ. അവസാനം ഒടുവിൽ ഞാൻ എൻ്റെ കൂടെ വേറെ ഈ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന ജോൺ എന്ന് പറയുന്ന ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത ഒരു പയ്യനുണ്ട്. ഞങ്ങൾ 2 പേരുടെ കൂട്ടുകൂടി വേറെ ഒരു സൈറ്റിൽ ഒരു ചെറിയ ജോലി, ഈ പണി നടക്കാൻ പുതിയ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ കെയർവാൻ വെക്കും. അവിടുത്തെ ഓഫീസേഴ്സൊക്കെ വന്ന് താമസിക്കുന്നതിനും അവിടെ ജോലിക്കാരൊക്കെ വന്ന് താമസിക്കുന്നതിനായിട്ട് കെയർവാൻ ആദ്യം കൊണ്ടുവെക്കും. അങ്ങനെ ആ കെയർവാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പെയിൻറ്റ് ചെയ്യണം, അതിനകത്ത് ഫർണിഷ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ജോലികളാണ്. അപ്പോൾ അവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ സബ് കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ അവിടെ പോയി ആ കമ്പനിയിൽ അവിടെ ജോലി ചെയ്യാനായിട്ട് പോയി. അവിടെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് എഴുതാനായിട്ട് അറിയാം, പെയിൻറ്റ് കൊണ്ട് പേര് ഒക്കെ ഡ്രോയിങ് ഒക്കെ അറിയാം. അങ്ങനെ ഞാൻ അവിടെ അവരുടെ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജർ, ഓഫീസ്, ഹെഡ് ഓഫീസ്, കാർ പാർക്കിങ്, പിന്നെ ഇങ്ങനെ കുറേ തസ്തികകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കെയർവാന, AC ഒക്കെ ചെയ്ത കെയർവാന. അപ്പോൾ അതിൻ്റെ എല്ലാം മുൻപിൽ സൈൻ ബോർഡുകൾ തൂക്കണം. അതിനെ കുറേ സൈൻ ബോർഡ് പ്ലൈവുഡിൽ വെട്ടി നമ്മുടെ കൈ തരും. അത് നമ്മൾ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് കൊണ്ട് നമ്മൾ അവരുടെ പേരെഴുതണം. അങ്ങനെ ഇതെല്ലാം എഴുതി കൊടുക്കുമ്പോൾ ഒരു ബോർഡിന് 15 ദിറംസ് വരും. അങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് ഇതെല്ലാം ശരിയാക്കി ആ സൈറ്റിൽ ജോലി കുറേ നാൾ ചെയ്തു. ആ ജോലിയുടെ ശമ്പളവും ഈ കൂടെ വന്ന ജോൺ ആണ് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തത് കൊണ്ട് അദ്ദേഹം അതിൻ്റെ കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. അവസാനം അദ്ദേഹം എനിക്ക് ശമ്പളമാണ് തരുന്നത്. ആ ശമ്പളം കൊണ്ട് എനിക്ക് ജോലി ചെയ്യാനായിട്ട് മാത്രമേ ഉള്ളൂ. നാട്ടിൽ അയക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല, നാട്ടിൽ കൊടുക്കാനായിട്ട് പ്രയാസമാണ്. അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് നടക്കും. ഒരു ഒത്തിരി കിലോമീറ്റർ ദൂരം ഇങ്ങനെ നടക്കും, ആകാശത്തേക്ക് നോക്കും. കർത്താവേ, നീ സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചതല്ലേ? ഈ നക്ഷത്രമൊക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പ്രകാശമൊക്കെ കാണുമ്പോഴെല്ലാം പറയും മരുഭൂമി. കാരണം ഈ ഇസ്രായേലിനൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഈ മരുഭൂമിയൊക്കെ ആയിട്ടാണല്ലോ കാണുന്നത്. വേദപുസ്തകം ഉടനീളം മരുഭൂമിയുടെ അനുഭവമൊക്കെ പറയുമല്ലോ. അതെല്ലാം വെച്ച് ഞാനിങ്ങനെ മരുഭൂമിയിലേക്ക് ഇങ്ങനെ കണ്ണ് നോക്കി നടന്നിട്ട് ഞാൻ പറയും, ദൈവമേ, നീ ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, നീ ഇങ്ങനെ മരുഭൂമിയിൽ ഉപവസിച്ചിട്ടുണ്ടോ 40 ദിവസം, നീ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് അവിടെ പോയൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്, ബസ് പോകുന്നത്. വെയിറ്റിംഗ് ഷെഡിൽ കുത്തിയാൽ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ നീ ഇങ്ങനെ മരുഭൂമി യാത്രയൊക്കെ ചെയ്തതല്ലേ, നിനക്ക് ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ അറിയത്തില്ലേ, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയത്തില്ലേ, ജോലിയില്ലെങ്കിൽ ജീവിക്കുന്ന വലിയ പ്രയാസമല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ വരും അവിടെ സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ വന്നിട്ട് മുസാമിയൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് തിന്ന് അവസാനം വീണ്ടും റൂമിൽ വരും. അപ്പോൾ അങ്ങനെ റൂമിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ആകെ പ്രയാസമാണ്. കാരണം അടുത്തുള്ള റൂമിൽ താമസിക്കുന്ന നമ്മുടെ മലയാളികളൊക്കെ അവരെല്ലാം പല വേണ്ടാത്ത കാര്യങ്ങൾ കാണിക്കുക, ചീട്ട് കളിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻമോറൽ രീതിയിൽ ഒരു പക്ഷേ താമസിക്കുന്നവരും ആ ഗൾഫിൽ പല റൂമുകളിലും ഉണ്ട്. പക്ഷേ ഇതിലൊന്നും ഉൾപ്പെടാനായിട്ട് എനിക്ക് സാധ്യമല്ല. കാരണം ഞാൻ ആ വിധത്തിൽ ഒരു ദൈവവുമായിട്ടൊരു ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കതിലൊന്നും പെടാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കങ്ങ് മാനസിക ടെൻഷനാണ്, ഭ്രാന്ത് പിടിക്കുന്ന ഒരു അനുഭവം. റൂമിൽ വരും, AC ഓൺ ചെയ്യും, പണിയില്ല. പിന്നെ വീണ്ടും ആ സൈറ്റിലെ പണി കഴിഞ്ഞു, പണിയില്ല. അവസാനം ഞാൻ ഒരു തീരുമാനമെടുത്ത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നാട്ടിൽ പോകണം, എന്നെ ഏതെങ്കിലും വിധത്തിൽ എന്നെ നാട്ടിലെത്തിക്കണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞാൻ നാട്ടിൽ വന്ന് നിൻ്റെ വേല ചെയ്യാൻ മുക്കുന്നിടത്തോളം വേല ചെയ്യാം. അതുപോലെ മാരാമൺ കൺവെൻഷൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ എല്ലാ വർഷവും ഒരു ദിവസമെങ്കിലും മാരാമൺ കൺവെൻഷന് പോകും, ദൈവവചനം കേൾക്കും. ഇതെല്ലാം ഒരു വാഗ്ദത്തം പോലെ ദൈവത്തോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് നാട്ടിൽ പോകാൻ പൈസയില്ല, നീ എനിക്കൊരു ടിക്കറ്റിനുള്ള പൈസ തരണം. അങ്ങനെ പറഞ്ഞ് ആ ലെവലിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഈ നാട്ടിലുള്ള അടുത്തുള്ള ഇവിടെ എൻ്റെ അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒരു പൊടിയമ്പിള്ള ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടനെ കണ്ടുമുട്ടാനിടയായി. അങ്ങനെ ആ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോവുകയും അതിനുശേഷം ഞാൻ ആ ചേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോനെ, ജോലിയൊക്കെ തൽക്കാലം വാങ്ങിച്ചു തരാൻ പ്രയാസമാണ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നാട്ടിൽ പോകാൻ നിനക്ക് താല്പര്യമാണെങ്കിൽ നീ പോയിക്കോ, നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, ബാക്കി പൈസ ഞാൻ തരാം. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഏകദേശം 200 ദിറംസോളം ഉണ്ട്, ടിക്കറ്റ് വേണേൽ 118 രൂപ ടിക്കറ്റിന് കൊടുക്കണം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ടിക്കറ്റ് ഞാൻ എടുത്തു തരാം, ബാക്കി ചിലവുള്ളതെല്ലാം നീ എടുത്തോ എന്നും പറഞ്ഞ് അങ്ങനെ അദ്ദേഹമാണ് എനിക്ക് നാട്ടിലേക്ക് വരാൻ ഒരു ടിക്കറ്റ് എടുത്ത് തന്ന് അങ്ങനെ ഞാൻ നാട്ടിൽ വരാനായിട്ട് തയ്യാറായി.
അങ്ങനെ നാട്ടിൽ വന്നു. ആ വിധത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കായി അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങി അങ്ങനെ നാട്ടിൽ ഒരുപാട് പറയാനായിട്ടുണ്ട് ദൈവം നടത്തിയ വഴികൾ. കാരണം അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ തന്നെ യാദൃശ്യമായിട്ടാണ് കണ്ടുമുട്ടിയത്. അതും ദൈവം ചെയ്ത ഉപകാരമാണ്. അദ്ദേഹവും എനിക്ക് ആ സമയത്ത് ദൈവം കൊണ്ടുവന്ന ഒരു ദൂതനെ പോലെ ഒരു സഹായമായി. ആ വിധത്തിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. എന്നാൽ ഇന്ന് ഇവിടെ വന്ന് ഞാൻ എൻ്റെ സ്റ്റുഡിയോ വീണ്ടും ഇന്നോവേറ്റ് ചെയ്തു. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും എല്ലാ വിധത്തിലും ദൈവം എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഓരോ ദിവസവും നടത്തുന്നു, അനുഗ്രഹീതമായി. അതിനുശേഷമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിയത്. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും അവർ വിവാഹം ചെയ്തതും എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അതൊരു ജീവിത അനുഭവമാണ്. എൻ്റെ ഗൾഫിലെ ജീവിതം തന്നെ എനിക്ക് ഏറ്റവും ഒരു മുതൽക്കൂട്ടാണ്. അതൊരിക്കലും ഞാൻ കുറ്റമായിട്ടോ ഒരു സങ്കടമായിട്ടോ കാണുന്നില്ല. അതെനിക്ക് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഗൾഫിൽ പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെ അവിടെ കഷ്ടപ്പെടുന്നത് എനിക്ക് അറിയാനായിട്ട് സാധിക്കും. പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ചില വേലകളൊക്കെ കാണിക്കുന്ന ചെറുപ്പക്കാരൊക്കെ അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ എത്ര മാത്രമാണെന്നും അവരെത്ര ത്യാഗം സഹിക്കുന്നുണ്ടെന്നും ഇവിടുത്തെ കുടുംബത്തിലുള്ളവർ അറിയണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു.